സംസ്ഥാനത്ത് വാഹനങ്ങൾ ഏത് RT ഓഫീസിലും രജിസ്റ്റർ ചെയ്യാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹന ഉടമയുടെ RT ഓഫീസിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന മാറ്റി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ ഈ നിർദ്ദേശം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉടൻ പൂർത്തിയാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഇനിയിപ്പോൾ കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തും രജിസ്റ്റർ ചെയ്യാമല്ലേ? ശ്രുതി, നിലവിൽ സംസ്ഥാനത്ത് വാഹനം വാങ്ങിയാൽ ആ ഉടമകൾക്ക് അവരുടെ അഡ്രസ്സിൻ്റെ പരിധിയിലുള്ള RTOകളിലായിരുന്നു ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ ഗതാഗത വകുപ്പ്, അതായത് ഗതാഗത വകുപ്പ് കമ്മീഷണർ ഒരു ഉത്തരവിട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ഏത് ജില്ലയിൽ വേണമെങ്കിലും ആർക്കും വാഹനം വാങ്ങുമ്പോൾ രജിസ്റ്റർ നടപടികൾ നടത്താം എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ഉള്ള ഒരാൾക്ക് അവിടെ നിന്ന് തന്നെ വാഹനം വാങ്ങി തിരുവനന്തപുരം ജില്ലക്കാരനാണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പക്ഷേ അതിൽ ചില അപാകതകളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം സ്വദേശി, ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തുകയും ഇതിൽ അടിയന്തരമായ ഒരു പരിഹാരം കാണണമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും, അതായത് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡും കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തും വാഹനം രജിസ്റ്റർ ചെയ്യാം. അവരുടെ അഡ്രസ്സ് ആ ജില്ലകളിലാണെങ്കിൽ പോലും. നമുക്കറിയാം, നിലവിൽ KL 01 മുതൽ KL 84 വരെ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകൾ പരിശോധിക്കുമ്പോൾ 84 വരെയാണ് നമ്പറുള്ളത്. ഏറ്റവും കൂടുതൽ KL 01 തിരുവനന്തപുരത്തെ നമ്പറുകളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസർഗോഡുള്ള ഒരാൾക്ക് വാഹനം വാങ്ങിയാൽ KL 01 തിരുവനന്തപുരം ജില്ലയിൽ അത് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഗതാഗത കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് RT ഓഫീസിൽ വേണമെങ്കിലും നമുക്കിനി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.